പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഇന്ന് വ്യത്യസ്തമായ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുന്ന ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ബാബു കെ ജെ സാറാണ്. ജന്മന തൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്തവനായി ജനിച്ച് ഈ ഭൂമിയിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിനരാത്രങ്ങളിലും ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചറിയുവാൻ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് പാർത്തുകൊണ്ട് കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുന്ന പ്രിയപ്പെട്ടവൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളൊരു പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ബാബു കെ ജെ സാറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. പ്രൈസ് ലോർഡ് സാറേ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? സാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ കോട്ടയം ജില്ലയിലെ ഒളശ എന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ അവിടെ സ്കൂളിൽ ഗവൺമെന്റ് സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് എന്ന കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്കൂളിന്റെ അധ്യാപകനാണ്. എൻ്റെ പേര് ബാബു കെ ജെ. എൻ്റെ വൈഫിന്റെ പേര് സെലീനാമ സാമുവൽ. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. അവന്റെ പേര് ഗായസ് ബി ജോസഫ്. 15 കുട്ടിയായിട്ട് ഇവിടെ തന്നെ പഠിക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി തുടർമാനമായി പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളുന്നു. ഞങ്ങളെ ഒരു പാരമ്പര്യ കത്തോലിക്ക കുടുംബത്തിലെ അംഗമാണ്. ഒരു വലിയ കുടുംബമാണ്. ഞങ്ങൾ 9 മക്കളുണ്ട്. 3 ചേട്ടന്മാര്, 3 അനിയന്മാര്, 2 സഹോദരിമാര്. അല്ല, 6ാമനാണ് ഞാൻ. എനിക്ക് മാത്രമാണ് കാഴ്ചയില്ലാത്തത്. എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ ഒരു കണ്ണിന് അല്പം കാഴ്ച ഉണ്ടായിരുന്നു. എന്നാൽ അത് ഒരു 10 വയസ്സായപ്പോഴത്തേക്ക് കുറഞ്ഞ് പൂർണ്ണമായി ഇല്ലാതായി. ഞങ്ങളുടെ പാരമ്പര്യ കുടുംബം എന്നുള്ള നിലയിൽ തന്നെ കൂദാശകൾ എന്ന് പറയുന്ന മതാചാര കർമ്മങ്ങൾ നിശ്ചിത സമയങ്ങളിൽ നൽകപ്പെട്ടിരുന്നു. അതോടൊപ്പം ചില അന്ധവിശ്വാസങ്ങൾ അല്ലെ അനാചാരങ്ങളായ ഈ സമയം നോട്ടം, ശകുനം നോട്ടം, അതൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് ഹൈസ്കൂൾ തലത്തിലെത്തിയപ്പോൾ എന്നെ കാഴ്ചയില്ലാതെ സൃഷ്ടിച്ച ദൈവത്തെ, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള എല്ലാ മറ്റ് അസമത്വങ്ങൾ, അതൊക്കെ കണ്ടിട്ട് ദൈവത്തിന്റെ ആ അസ്തിത്വത്തെ തന്നെ, ദൈവം നമ്മൾ പറയും സ്നേഹവാക്ഷമയാന്നൊക്കെ പറയാം, പക്ഷെ അതൊന്നും അല്ലല്ലോ. ആ സ്നേഹം, ഈ അസമത്വം എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്നേഹമുണ്ടെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഞാൻ ചോദ്യം ചെയ്ത് തുടങ്ങി. ഞായറാഴ്ചയൊക്കെ ഞാൻ പള്ളിയിലൊക്കെ പോകും, വേദപാഠത്തിനൊക്കെ അവിടെ സൺഡേ സ്കൂളിലൊക്കെ ചേരും. പക്ഷെ പള്ളിക്കകത്ത് പോകാനോ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ കുർബാനയിൽ കൂടാനോ അങ്ങനൊന്നും ചെയ്യാത്ത ഒരു കാലഘട്ടത്തെ ഞാൻ ഓർക്കുന്നു. എന്നാൽ കാഴ്ചയില്ലാത്തവരുടേതായ മറ്റ് സാമൂഹ്യ സംഘടനകളിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും അതിലൊക്കെ ഞാൻ സജീവമായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ ഞാൻ ക്യാമ്പുകള്, മേളകള്, ഈ പ്രദർശനങ്ങൾ, ഞങ്ങൾക്കും പഠിക്കാൻ കഴിയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന അങ്ങനെയൊക്കെ തെളിയിക്കുന്ന ക്യാമ്പുകളൊക്കെ ഞാൻ ഒത്തിരി സംഘടിപ്പിച്ചിട്ടുണ്ട്, പ്രദർശനങ്ങളൊക്കെ. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഞാൻ BA BEd വരെ പഠിച്ചിട്ടുണ്ട്. ടെലിഫോൺ ഓപ്പറേഷൻ എനിക്കറിയാം, കമ്പ്യൂട്ടറും പരിശീലനമുണ്ട്, കുറച്ചൊക്കെ ഫിലോസഫി ഡിപ്ലോമ എനിക്കുണ്ട്. ബ്രെയിൽ ലിപി അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ കഴിയും. അതിൽ തന്നെയാണ് കഴിഞ്ഞ 11 വർഷമായി ഞാൻ അധ്യാപകനായി പ്രവർത്തിക്കുന്നത്. നേരത്തെ 7 വർഷത്തോളം ഈ വൈകല്യമുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് മാർഗനിർദ്ദേശ സേവനം നൽകുന്ന ഗൈഡൻസ് കൗൺസിലർ എന്ന് പറയും, അങ്ങനെ ഒരു ജോലി ഞാൻ ചെയ്തിരുന്നത്. അതൊരു സെൻട്രൽ ഗവൺമെന്റ് ഗ്രാൻഡ് പദ്ധതിയായിരുന്നു. ഞാൻ വിവാഹിതനാണ്. ഭാര്യയും ഒരു മകനുമുണ്ട്. മകന് 15 വയസ്സ് പ്രായമുണ്ടെങ്കിലും പലവിധ വൈകല്യങ്ങളാൽ അവൻ പ്രയാസപ്പെടുന്നുണ്ട്. അവനും ഞങ്ങളും അത് അനുഭവിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയും പോലെ എന്നെ ശക്തനാക്കുന്നതിലൂടെ ഞാൻ പലതിലും കർത്താവ് എന്നെ സഹായിച്ചു. എന്നെ ശക്തനാക്കുന്നതിലൂടെ ഞാൻ സകലത്തിലും മതിയായവനാണ്. ഞാൻ വിവാഹിതനായും അവിവാഹിതനായിരുന്നപ്പോഴും കർത്താവിന്റെ വേല ചെയ്യാൻ കർത്താവ് സഹായിച്ചു. സ്റ്റേറ്റ് ബാങ്കിൽ എനിക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിച്ചതാണ്. പക്ഷെ അത് വേണ്ടെന്ന് വെക്കാനും കർത്താവിന്റെ വേലയിലായിരിക്കാനും ഒക്കെ ഇദ്ദേഹം സഹായിച്ചു. എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞിനോടുള്ള ബന്ധത്തില് ഞങ്ങൾക്ക് ഒന്നിനും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജോലി വേണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഒരു അധ്യാപകനായി ജോലി കിട്ടാനും ദൈവം കൃപ ചെയ്തു. ഇതൊക്കെ എൻ്റെ ഭൗതികമായ ജീവിത സാഹചര്യമാണ്. പക്ഷെ
പരിചയപ്പെടുത്താൻ ആവശ്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ അതിലും പക്ഷെ ദൈവികമായ ഒരു പരിപാലനം, ഒരു കരുതല് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ഫെബ്രുവരി 6:10 പറയുന്നുണ്ട്, നമ്മള് അല്ലെ നമുക്ക് തെറ്റിപ്പോയാൽ പിന്നെ ഒരു മാനസാന്തരം പ്രയാസമാണെന്ന് പറഞ്ഞിട്ട് അപ്പസ്തലൻ പറയുകയാണ്, എന്നാലും നമ്മൾ ചെയ്ത നന്മകൾ മറക്കാൻ ദൈവം അനീതിയുള്ളവനല്ല. തീർച്ചയായിട്ടും ഞാനത് വളരെ വ്യക്തമായിട്ട് ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. ആദ്യം ഞാൻ പറഞ്ഞത് ജോലി രാജിവെച്ചത് ഒരു സാമൂഹിക സംഘ പ്രവർത്തനത്തിനാണ്. പക്ഷെ പിന്നീട് കിട്ടിയ ജോലി വേണ്ടെന്ന് വെച്ചത് സുവിശേഷ പ്രവർത്തനത്തിന് എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ അത് വേണ്ടെന്ന് വെച്ചത്. അതുകൊണ്ടായിരിക്കാം ഞാൻ പ്രത്യേക നിയമനത്തിന് ശ്രമിച്ചപ്പോൾ തരില്ല എന്ന് ആദ്യം എനിക്ക് റെക്കോർഡിക്കലായിട്ട് എഴുതി തന്നതാണ്. പക്ഷെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ച ശേഷം വീണ്ടും അപേക്ഷിച്ചു. അപ്പൊ വേഗം തന്നെ നിയമന ഉത്തരവ് നൽകുകയുണ്ടായി. നാം എസ്തറിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, യഹൂദരുടെ നാശത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ച ഒരു രാജാവിനെ കുറിച്ച്. പക്ഷെ അദ്ദേഹം തന്നെ ഈ യഹൂദരുടെ സംരക്ഷണത്തിന് ഉത്തരവ് നൽകിയതായിട്ട്, എന്നുവെച്ചാൽ രേഖയെ തിരുത്തുന്ന ഒരു ദൈവം. അത് എൻ്റെ ജീവിതത്തിലും ഈ സർക്കാർ ജോലി അപേക്ഷിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവം അനുകൂലമാക്കി തന്നത് ആ രീതിയിലാണ്. അത് ബ്രെയിൽ പഠിപ്പിക്കാൻ തന്നെ കിട്ടിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ദൈവത്തിനും മഹത്വം കരയറ്റിയ. കാരണം ഞാൻ പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ അല്ല, കുറച്ചൊക്കെ ചെലവിട്ടും അങ്ങോട്ട് പോയി പലരെയും ബ്രെയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എനിക്ക് നന്മയ്ക്കായി ദൈവം കണക്കിട്ടു. അവൻ ആർക്കും ഒന്നിനും കടക്കാരനല്ലല്ലോ. എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഉയർപ്പിലുള്ള പ്രത്യാശയിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം ഉപയോഗിച്ചു. ഞങ്ങളുടെ ഒരു സമ്മേളനത്തിന് ശേഷം ആ സ്നേഹിതൻ എന്നെയും മറ്റൊരു സുഹൃത്തിനെയും വിളിച്ചു. അദ്ദേഹം ഒരു അക്രൈസ്തവനായിരുന്നിട്ടും ക്രിസ്തീയ പ്രാർത്ഥനയ്ക്ക് പോകാൻ തയ്യാറായി. ഇത്തരൊരു സാഹചര്യത്തിൽ എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാതെ ഞാനും കൂടെ പോവുകയാണ് ഉണ്ടായത്. എന്നാൽ എൻ്റെ അറിവിൽ ആ സുഹൃത്ത് അന്ന് മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് വന്നത്. എന്നാൽ എനിക്ക് ഇന്നും വിശ്വാസത്തിൽ നിലനിൽക്കാൻ വളരാൻ ദൈവം കൃപ ചെയ്തിരിക്കുന്നു. സാക്ഷ്യവും പ്രാർത്ഥനയും മറ്റുമായിട്ട് ഒരു അരമണിക്കൂർ അല്ല കൂട്ടിപ്പോയാൽ 1 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു കാണും. പക്ഷെ ആ സമയത്തിനുള്ളിൽ 2 കാര്യങ്ങൾ നടന്നു. അറിയായ്മയെ ദൈവം കണക്കിലിടുന്നില്ല. എന്നാൽ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസബന്ധപ്പെടാൻ ദൈവം ആജ്ഞാപിക്കുന്നു. ആ ആജ്ഞയെ, ആ കൽപ്പനയെ, പിന്നെ അപ്പസ്തല പ്രവൃത്തികൾ 17:30 അത് എനിക്ക് നിരസിക്കാനായിട്ട് കഴിഞ്ഞില്ല. എനിക്ക് കുറവുണ്ട്, ഞാനൊരു പാപി എന്ന ബോധത്തോടെ ഹൃദയം കരയാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനമുണ്ടായി. രണ്ടാമതായി യേശു ക്രിസ്തുവിനെയും യേശുവിലുള്ള വിശ്വാസത്തെയും രക്ഷയെയും കുറിച്ച് കൂടുതൽ അറിയാൻ അദമ്യമായ ഒരു ആഗ്രഹം ഉണ്ടായി. ദിവസവും പ്രാർത്ഥന നടക്കുന്ന അവിടെ ഞാൻ ഒറ്റയ്ക്ക് പലപ്പോഴും പോകാൻ തുടങ്ങി. അവിടെ തന്നെ താമസിച്ചുള്ള ഒരു ആഴ്ചത്തെ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തു. അതിൽ വെച്ച് എനിക്കൊരു രോഗസൗഖ്യം കിട്ടി. അത് വിശ്വാസത്തിന് വലിയ ഉറപ്പായി തരും. മാംസാഹാരം എന്തെങ്കിലും കഴിക്കുമ്പോൾ കാൽമുട്ടിന്റെ ഒരു ഭാഗത്ത് കുമിള പോലെ പൊങ്ങി വരികയും വേദനയും അനുഭവപ്പെടുവാനും, അതിലേറെ ഒരു മാനസികമായ ഒരു ഭയം, എനിക്കെന്തോ മാരകമായ രോഗമുള്ളിലുണ്ട്. ആ ഒരു ഭാരം എന്നെ വിഷമിപ്പിച്ചിരുന്നു. അന്ന് ഞാൻ ഞങ്ങൾ താമസിച്ച് പ്രാർത്ഥനയെ കൂടുമ്പം അവിടെ തന്നെ ആദ്യ അത്താഴത്തില് ഇറച്ചിക്കറിയായിരുന്നു വിളമ്പിയത്. ആമുഖ പ്രസംഗൻ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയതനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്, ഇന്നും സൗഖ്യപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെ ആ ഒരു അനുഭവത്തിലാണ്. അപ്പം എൻ്റെ ഈ മാംസ്യത്തോടുള്ള അലർജി മാറ്റിത്തരണമെന്നൊരു പ്രാർത്ഥനയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അന്ന് ഞാൻ മനസ്സിൽ അങ്ങനെ വിചാരിച്ച് ആ ഭക്ഷണം കഴിച്ചു. വളരെ നാളായി ഉണ്ടായിരുന്ന അസുഖം അന്ന് മുതൽ വന്നില്ല. അങ്ങനെ ആത്മാവിൽ ലഭിച്ച ഒരു വിശ്വാസം അതിന് ഒരു സ്ഥിരീകരണമായിരുന്നു, ഒരു അടയാളമായിരുന്നു. പിന്നെ വിശ്വാസത്തോടെ ലഭിച്ച പാപബോധത്തോടെ ഏറ്റുപറച്ചിലും പാപക്ഷമയും സന്തോഷവും ഒരു ഭാരം മാറിയ അവസ്ഥയും അനുഭവപ്പെട്ടു. കൂടുതൽ പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനുമുള്ള ആ ഒരു വലിയ കൃപ കിട്ടി. വർഷങ്ങളായി പള്ളി പോകാത്ത ഞാൻ
ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. മറ്റു സ്ഥലങ്ങളിലാണേലും അവിടെയുള്ള പള്ളി ഇവിടെ നിന്ന് അന്വേഷിക്കുകയും പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്തു തുടങ്ങി. അതിലൊരു വ്യക്തിപരമായ പ്രാർത്ഥന പ്രത്യേകമായി പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഉണ്ടായ ഈ അനുഭവം 1990 സെപ്റ്റംബർ 24-ാം തീയതിയാണ് ആദ്യം ഉണ്ടായത്. രണ്ടാമത്തേത് നവംബർ 2-ാം ആഴ്ചയിലൊന്ന് എൻ്റെ ഓർമ്മ. അടുത്തത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ വേറെ സംഭവം ഉണ്ടായി. ഞാനിങ്ങനെ ആ പള്ളിയിൽ പലപ്പോഴും ഒക്കെ പോകും. അങ്ങനെ പോകുമ്പോൾ ഇച്ചിരി നടന്നു പോകണം ബസ് ഇറങ്ങിയിട്ട്. അപ്പം അങ്ങനെ പോകും വഴിയരികിൽ പാവപ്പെട്ടവർ ഇരിക്കുന്നുണ്ട്. എനിക്ക് അന്ന് ഒന്നുമില്ല, എന്നാലും ഉള്ളതിൽ നിന്ന് നാണയത്തുട്ടുകളൊക്കെ കൊടുത്തോണ്ട് പോവുകയായിരുന്നു. അപ്പോൾ കണ്ട ഒരു വിശ്വാസി എന്നെ പ്രാർത്ഥനാ സ്ഥലത്ത് എത്തിക്കുകയും എനിക്ക് 100 രൂപ തരികയും ചെയ്തു. അതിന് വളരെ മൂല്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാൻ. 30-35 വർഷം മുമ്പുള്ള അതിലേറെ കൊടുത്താൽ കിട്ടും എന്ന് എന്നെ പഠിപ്പിക്കുന്നത് പോലെ ഒരു അനുഭവം. ഞാൻ കിട്ടാനായി കൊടുക്കല്ലേ, അത് പറയാനല്ല. എന്റെ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിന്റെ ഒരു പഠിപ്പീരിനെ കുറിച്ച് പറയാനാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മൂന്നാമത്തെ ഒരു വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 10-15 കൂട്ടുകാർ, മിക്കവാറും കാഴ്ചയില്ലാത്തവരൊക്കെയാണ്, ഒരു വലിയ യോഗത്തില്, ഒത്തിരി പേര് കൂടുന്ന ഒരു യോഗത്തില് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാനായി പ്രാർത്ഥിച്ച് കൈവച്ച ഉടനെ അന്ന് വരെ അനുഭവിക്കാത്ത ഒരു സന്തോഷം, കരണ്ടടിക്കും പോലെയുള്ളൊരു തരിപ്പ് അതൊക്കെ ഉണ്ടായി. നാവിനെയും കൈയുടെയും ഒക്കെ നിയന്ത്രണം അങ്ങ് മാറി. എന്ന് വെച്ചാൽ ബലം പിടിക്കാതെ തന്നെ സ്തുതിക്കാൻ നമ്മള് മനഃപൂർവ്വമാണ് പലപ്പോഴും ചെയ്യുന്നത്. ആ മനഃപൂർവ്വം അല്ലാത്ത രീതിയിൽ ചെയ്യാനുള്ള ഒരു കൃപ, ചുരുക്കത്തിൽ ഒരു അന്യഭാഷാ ബലത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് എന്ന് പറയാം. ഇത് എന്റെ ജീവിതത്തെ വളരെ മാറ്റി. ജോലി കിട്ടി സ്വന്തമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞാൻ അതിൽ നിന്നൊക്കെ മാറിയിട്ട് പ്രാർത്ഥനയ്ക്കായി, സുവിശേഷത്തിനായി, സമൂഹത്തിനായി ജീവിക്കാം എന്നൊരു തീരുമാനം ഉണ്ടായി. അത് 1991 മെയ് മാസം 11-നാണ് സംഭവം ഉണ്ടായത്. 2 മാസത്തിനുള്ളിൽ തന്നെ, അല്ലെ 2 മാസം കഴിഞ്ഞാണ്, ജൂലൈയിൽ തന്നെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചു. താല്പര്യമുള്ളവർ, കാഴ്ചയില്ലാത്തവരും ചില വൈകല്യമുള്ളവരും താമസിച്ച് സമയാസമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ് ഞങ്ങൾ രൂപീകരിച്ചത്. വരുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും കൗൺസിലിങ്ങും കൊടുത്തിരുന്നു. അവസരം കിട്ടിയാൽ എവിടെയെങ്കിലും സാക്ഷ്യം പറയാൻ പോവുക, വചനം പ്രസംഗിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ഇതിന് 3 വർഷത്തോളം നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ദൈവം അതിനായിട്ട് ഉപയോഗിച്ചു. മാത്രമല്ല, ഈ വന്നവർക്ക് ആദ്യകാലങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, അവരുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ഒക്കെ ദൈവം എന്നെ ഉപയോഗിച്ചു, അനുഗ്രഹിച്ചു. പിന്നീട് അതൊരു സന്യാസ സഭയായിട്ട് വളർന്നു. കഴിവുള്ളവരും ഇല്ലാത്തവരും സമർപ്പണമുള്ളവരും എല്ലാം ചേർന്ന് പ്രാർത്ഥനാ ഭവനം അതും പ്രവർത്തിച്ചു. അതിൽ സെക്രട്ടറിയുടേതായ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യാൻ ദൈവം സഹായിച്ചു. സാധനങ്ങൾ വാങ്ങുന്നത് മുതൽ കണക്കും റിപ്പോർട്ടും നിയമാവലിയും ഒക്കെ തയ്യാറാക്കാനും സർക്കാർ ഉത്തരവുകൾ നേടാനും അതിനൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. ദാരിദ്ര്യം, ബ്രഹ്മചര്യ അനുസരണം, വ്രതങ്ങൾ എടുത്ത് അല്ലെങ്കിൽ സ്വീകരിച്ചാണ് സന്യാസ സമൂഹത്തിലെ അംഗമായിരുന്നത്. കത്തോലിക്ക സഭയിലെ കർദിനാളന്മാര്, ബിഷപ്പുമാര് അവരൊക്കെയാണ് വ്രതം ചൊല്ലിത്തരാൻ അല്ലെ എടുപ്പിക്കാൻ ആയിട്ട് വന്നിരുന്നത്. 2000-ൽ നിത്യവ്രതം അവിടം വരെ ഞാൻ എത്തിയിരുന്നു. ഇതിനായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൂനെയിലെ നാഷണൽ വൊക്കേഷണൽ സർവീസ് സെന്ററിൽ 6 മാസത്തെ ഒരു കോഴ്സ്, ബാംഗ്ലൂർ ധർമാരാം സെമിനാരിയിൽ 2 വർഷത്തെ ബാച്ചിലർ ഓഫ് ഫിലോസഫി അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ പോകുവാൻ, തമിഴ്നാടിന്റെ ഗോവ, മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളിലും പോകാൻ, അതുപോലെ ഡൽഹി, ഡെറാഡൂൺ അവിടെയൊക്കെ പോകാൻ സന്ദർശിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. ഗോവയിൽ 6 മാസവും ലക്നൌവിൽ ഒരു 2 വർഷവും താമസിച്ച് പ്രാർത്ഥനയും മറ്റു സേവനങ്ങളും ചെയ്തിട്ടുണ്ട്. പലരെയും പ്രാർത്ഥനയിലേക്ക്, വചനത്തിലേക്കും ധ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. അവരെ സഹായിക്കാനും സ്നേഹിക്കാനും എന്നെ അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ. അതിൽ എൻ്റെ അറിവിൽ 5 പേർ ഇന്നും കർത്താവിന്റെ വേല ചെയ്യുന്നു എന്നത് ദൈവത്തിൽ എനിക്കുള്ള ഒരു വലിയ പ്രശംസയാണ്. ഞങ്ങളുടെ ലിപിയായ ബ്രെയിലിൽ കത്തെഴുതിയിട്ടുണ്ട്. അത് പറ്റാത്തടത്ത് തനിച്ച് യാത്ര ചെയ്തു പോയി ഇവരെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ചെറിയ പ്രയാസങ്ങളുണ്ട്, കഷ്ടപ്പാടുണ്ട്, എന്നാൽ ഒന്നും നഷ്ടമാകില്ല എന്നൊരു വിശ്വാസം എന്നെ ഇന്നും
ബലപ്പെടുത്തുന്നു, സന്തോഷിപ്പിക്കുന്നു. പിന്നെ അവിടെ വിട്ടത് എന്ത്, കത്തോലിക്ക സഭ വിട്ടത് എന്ത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഇരുന്ന് അവിടെ കൂടിയിരുന്ന് അങ്ങനെ മടുത്തോ അല്ല പ്രവർത്തിച്ചു മടുത്തോ എന്നൊന്നുമല്ല. എന്തെങ്കിലും ലാഭത്തിനോ നേട്ടത്തിനോ ഒന്നും വേണ്ടിയല്ല. ഭൗതികമായിട്ട് പറഞ്ഞാൽ ഫിലോസഫി പഠിച്ചപ്പോൾ കുറച്ചുകൂടി ഒരു റീസണിങ്, മറ്റേ കാര്യകാരണ സഹിതമുള്ള വിലയിരുത്തല്, ഒരു ചിന്ത, അത് വന്നു എന്ന് പറയാം. പക്ഷെ ആത്മീയമായിട്ടാണെങ്കിൽ ഞാനൊരു നിയോഗം വെച്ച് മാസങ്ങളോളം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന് വ്യക്തമായ ഒരു അടയാളത്തോടു കൂടി കിട്ടിയ ഒരു മറുപടി അല്ലെ ഉത്തരം അനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ കഴിവും താല്പര്യമൊക്കെ ഉള്ളവർക്ക് വൈദിക ശുശ്രൂഷയ്ക്ക് അവസരമുണ്ടായിരുന്നു. അതിനായി ഞാനും അപേക്ഷിച്ചു. കിട്ടിയാൽ തുടരാമെന്ന് വിചാരിച്ചു, ഇല്ലെങ്കിൽ ഇതിലേക്ക് മടങ്ങി മറ്റു കാര്യങ്ങളിലേക്ക് മാറാം എന്ന് വിചാരിച്ചാണ്. ഒരു മാസങ്ങളിൽ തന്നെ ബിഷപ്പ് ഹൗസിൽ നിന്ന് മറുപടി കിട്ടി. തുടർന്നും പഠിക്കാം, പക്ഷെ വൈദികനാക്കുന്നത് പ്രയാസമാണെന്നും ഉള്ളൊരു അറിയിപ്പാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഉടനെ തന്നെ മടങ്ങിപ്പോന്നു. അത് മാത്രമല്ല, കർത്താവ് നമ്മുടെ ആ സത്യത്തിലേക്കുള്ള, ആത്മീയ സത്യത്തിലേക്കുള്ള വചനത്തെ കൂടുതൽ അന്വേഷിച്ചു, അത് പ്രാർത്ഥിച്ചു. കർത്താവ് എന്നെ നടത്തി പടിപടിയായി വേർപാടിലേക്ക് നയിച്ചു. അതാണ് വാസ്തവമായ കാര്യം. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ വിശ്വാസമുള്ള എൻ്റെ ഒരു സ്നേഹം, കൊച്ചുമോൻ ബ്രദർ എന്ന് പറയും, അദ്ദേഹത്തെ മറ്റു ചില സ്നേഹിതരെ, ഞാൻ മറ്റെല്ലാവരുടെയും പേര് പറയാത്ത ആരെങ്കിലും വിട്ടുപോയെങ്കിൽ എന്നോർത്തിട്ടാണ്, പലരും വന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അനുഭവങ്ങളും ദൈവവചനവും ഒക്കെ പങ്കുവയ്ക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു നിലയിൽ തന്നെയാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. അപ്പം ഞാൻ പലയിടങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോകും, പലരോടും വിശദമായിട്ട് സംസാരിക്കും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഐസക് സഹോദരനുണ്ട് മൂവാറ്റുപുഴയിലുള്ള, അദ്ദേഹത്തിന് വളരെ ഞാൻ പല സംശയങ്ങളും അദ്ദേഹം എനിക്ക് തീർത്തു തരികയും എനിക്കായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അധികം വൈകാതെ മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്നുള്ള MCC എന്ന ഒരു വേർപെട്ട സഭയോട് സഹകരിക്കാൻ തുടങ്ങി. 25/6/2006 സ്നാനപ്പെട്ടു. സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ ലൂക്കോസ് സുവിശേഷം പറയുന്നു 7:29-30, ജനമൊക്കെയും ചുങ്കക്കാരും ദൈവത്തിന്റെ ആലോചനയെ കേട്ട് സ്നാനപ്പെട്ട് അങ്ങനെ ദൈവത്തിന്റെ ന്യായീകരണത്തിലേക്ക്, നീതീകരണത്തിലേക്ക് വന്നു. എന്നാൽ പരീശന്മാരും ശാസ്ത്രിമാരും അത് അനുസരിക്കാതെ ദൈവത്തിന്റെ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞു. അങ്ങനെ വൃഥാവാക്കാതെ ദൈവത്തോട് ചേരുവാൻ, കർത്താവിനോട് ചേരുവാൻ ഒരു സ്നാനം സ്വീകരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. തുടർന്ന് ഞാൻ ഈ MCC നടത്തുന്ന ഒരു ബൈബിൾ സ്കൂളിൽ പോയി കുറച്ച് നാൾ പഠിച്ചിരുന്നു. ഒറ്റയ്ക്കായിരുന്നു. എന്നെ ആലപ്പുഴയിൽ പറവൂരിൽ ഒരു സഭ നടത്തുന്ന ഉണ്ണി പാസ്റ്ററും മലങ്കര ഈ MCC ജനറൽ കൗൺസിൽ അംഗമായ ബാബു പാസ്റ്ററും പരസ്യയോഗത്തിനും പ്രാർത്ഥനയ്ക്കും കൊണ്ടുപോവുകയും സഹകരിപ്പിക്കുകയും കൂടെ നിർത്തിയും ഒത്തിരി സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തെന്ന് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. മറ്റ് MCCയിലെ മറ്റ് പാസ്റ്റർമാരും വിശ്വാസികളും പൊതുവെയും ഈ പിറവം, പരുത്തുംപാറ രണ്ട് സഭകളിലെ പ്രത്യേകിച്ചും കാണിച്ച സ്നേഹ സഹകരണം, അത് എടുത്തു പറഞ്ഞ് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. 2007 ജൂലൈ 9 ഞാൻ വിവാഹിതനായി. തകഴിയിലുള്ള സെലിനാണ് എൻ്റെ ഭാര്യ. ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ഈ പിറവത്ത് അവര് ഞങ്ങളെ സ്വാഗതം ചെയ്തിരുന്നു. അവര് പിറവത്തെ പുത്തനട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിച്ച പരിസരങ്ങളിലൊക്കെ സുവിശേഷം അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും അത് പരസ്യമായിട്ടും വീടുകളിലും പോയി സുവിശേഷം പറയുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങളെ സുവിശേഷകരെ മുന്നേറിക്കൊണ്ടിരുന്നു. പല വീട്ടിലും കയറിച്ചെല്ലാൻ നമ്മളെ കാഴ്ചയില്ലായ്മ അതൊരു സ്വീകാര്യതയായിരുന്നു. കാരണം അവർക്ക് വിഷമമില്ല, ഭയമില്ലായിരുന്നു. അതെ, വൈഫ് പ്രഗ്നന്റ് ആയി, അപ്പം പിന്നെ റെസ്റ്റിലായി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ബെന്നി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ കൂടെ കൂട്ടിയത് ഒരു നടത്തിപ്പായിരുന്നു. ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ലഭിച്ചത് വളരെ സന്തോഷമായിരുന്നു. കാരണം വർഷങ്ങളായി കഴിഞ്ഞാണ് ഞങ്ങൾക്ക് നിന്ന് ലഭിച്ചത്. എന്നാൽ അവൻ ജനിച്ച ശേഷം വളരെ വിഷമിക്കുകയും ചെയ്തു. അവൻ പലവിധ വൈകല്യമുള്ള ഒരു കുട്ടിയാണ്. 15 വയസ്സായിട്ടും ഇപ്പോഴും നടക്കില്ല.
ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ സഹായിക്കേണ്ടിയിരിക്കുന്നു. അത് വ്യക്തമായി അറിഞ്ഞ നിമിഷം മുതൽ ബെന്നി പാസ്റ്റർ എന്ന് പറഞ്ഞ പോളച്ചിറയിലുള്ള ബെന്നി പാസ്റ്റർ എന്ന് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ഒരു ആശ്വാസം ലഭിക്കും വരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും കണ്ണീര് ഒഴുകി വീണിട്ടുണ്ട്. അതോടുകൂടി ഞങ്ങളെ സുവിശേഷം വരെ ചെയ്യാൻ കഴിയാതെയായി. എങ്കിലും അവനെ നോക്കുന്നത് ഒരു ശുശ്രൂഷ പോലെ ഞങ്ങൾ ചെയ്യുന്നു. വേർപാടിന്റെ ഒറ്റപ്പെടുത്തലുകൾ, കഴിവും അങ്ങനെ സ്വാധീനമൊക്കെ ഉള്ളവരുടെ ഞെരുക്കൽ, അപഗണന, നിസ്സഹായത, കുഞ്ഞിന്റെ ചികിത്സ, വീടിന്റെ ചില പണികള്, അതിലെല്ലാം കർത്താവ് ഞങ്ങളെ പുലർത്തി. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ കൊള്ളുക, അവൻ നിങ്ങളെ പുലർത്തും. ആ പുലർത്തൽ എപ്പോഴും അനുഭവിക്കാൻ ഞങ്ങളുടെ എല്ലാ കുറവുകളിലും പ്രശ്നങ്ങളിലും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മിഷൻ ടു ദ ബ്ലൈൻഡ് എന്ന് പറഞ്ഞൊരു സുവിശേഷ സംഘടനയിൽ ചേർന്ന് 1 വർഷത്തോളം പ്രവർത്തിച്ചു. ധാരാളം കാഴ്ചയില്ലാത്തവർ ആൾക്കാരുടെ വീട്ടിൽ പോകാൻ, സുവിശേഷം പറയാൻ, സ്നേഹം പകരാനൊക്കെ ദൈവം സഹായിച്ചു. അത്യാവശ്യ സഹായങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനാ യോഗം നടത്തിയും ബ്രെയിൽ ബൈബിൾ വായിക്കാൻ പഠിപ്പിക്കുകയും അങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകൾ ഏർപ്പെട്ടിട്ടുണ്ട്. പല പള്ളികളിലും ബൈബിൾ വായനയെ ശ്ലാഘിച്ചിട്ടുണ്ട്. കാഴ്ച ഉള്ളവർ വായിക്കും പോലെ അല്ല, അല്പം മെച്ചമായി സ്ഫുടമായി വായിക്കാൻ ദൈവം കൃപ ചെയ്തു. ഞാനൊരു വലിയ ആളോ അല്ലെ എത്ര നന്മ ചെയ്തവനോ എന്നല്ല, പക്ഷെ വിശ്വസിച്ചു. മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. 6:33. അത് ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുക. എനിക്ക് ജോലിയൊന്നും ഇല്ലാതിരുന്നപ്പോഴാണ് വിവാഹിതനാകാൻ ഒരുങ്ങിയത്. അപ്പോൾ എൻ്റെ അനിയൻ ചോദിച്ചു എങ്ങനെ ജീവിക്കുമെന്ന്. എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞു, ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നെങ്കിൽ കർത്താവിന്റെ കാര്യം നോക്കുന്നു. അങ്ങനെ ഒരു വിശ്വാസം കർത്താവ് തന്നതാ. ഞാൻ ഉണ്ടാക്കിയെടുത്തതോ അല്ലെ എന്തെങ്കിലും ബിസിനസ് ചെയ്തോ ഒന്നും ചെയ്തല്ല ഞാൻ ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ട്. അപ്പോഴൊക്കെ പ്രാർത്ഥിക്കും. ദൈവമാ അല്ലെ മനുഷ്യനുമായി അങ്ങനെ നമ്മളെ വിവാഹത്തിലൂടെ യോജിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ പ്രാർത്ഥനയിൽ മിക്കവാറും ദൈവം യോജിപ്പിച്ച് മനുഷ്യൻ വേർപെടുത്തുന്നതെന്ന് കർത്താവ് പറഞ്ഞ വാക്കാ. അത് കർത്താവ് ശ്രേഷ്ഠമായി ഇന്ന് നിറവേറ്റുന്നു. ഞങ്ങൾ ഐക്യത്തോടെ സ്നേഹത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നു. ഭാര്യ ഒറ്റയ്ക്കാണ് പലപ്പോഴും ചികിത്സയ്ക്കൊക്കെ പോകുന്നത്. കാരണം കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയി പാടുപെടാൻ പറ്റാത്തതുകൊണ്ട് ഞാനും എന്നാൽ അത്യാവശ്യ ഘട്ടത്തിൽ നമ്മളെ സഹായം കിട്ടിയത് ഓർക്കുന്നു. ഞാനും മിക്കവാറും ഒറ്റയ്ക്കാണ് പലയിടത്തും പോകുന്നത്. മിക്കയിടത്തും ദൈവപരിപാലനയായി എനിക്ക് സഹായികളെ കിട്ടാറുണ്ട്. ധൈര്യത്തോടെ പോകാനും കാണില്ലേലും ഒരു വടി ഉപയോഗിച്ച് നടക്കാനും, മൊബിലിറ്റി എന്ന് പറയും, എനിക്ക് ആ ദൈവ കഴിവ് തന്നിട്ടുണ്ട്. ആ ശ്രമത്തില് പുറത്തുപോയി പഠിച്ച ഒന്നാമനോട് എനിക്ക് ശേഷമുള്ള ആൾ ചോദിച്ചു, ഞാൻ രണ്ടാമനായിട്ട് അവിടെ പരിഗണിക്കുന്ന എന്നെ പുറം രാജ്യത്ത് എവിടെയും കൊണ്ടുപോയി പഠിപ്പിക്കാമോ എന്ന്. അദ്ദേഹം ഉത്തരവാദിത്വം ഏൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. എന്നാൽ ഇതുവരെയും ഈ 60 വയസ്സ് വരെയും എന്നെ നിർത്തിയ ദൈവമുണ്ട്. ഞാൻ വലിയ ബലവാനായി ഇതുകൊണ്ടല്ല, കർത്താവെ എന്നോട് കൃപയുണ്ടാകണമേ എന്ന് അന്തൻ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്രമാത്രം കർത്താവിന്റെ ദയ, ക്ഷമ, സ്നേഹം എന്ത് പറയണമെന്ന് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ആലോചിക്കുന്നുണ്ട്. എനിക്കിപ്പോഴും കർത്താവ് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചാൽ, കർത്താവിന്റെ ആ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കണ്ണുകൾ നിറയും. ഇപ്പോഴും എൻ്റെ സഹോദരി എനിക്ക് കുറച്ച് സ്ഥലം തന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് സ്ഥലത്തെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കാറുള്ളത്. ഞാൻ ഒന്നും ചെയ്തിട്ടോ അവരെ സ്വാധീനിച്ചിട്ടോ അവരുമായിട്ട് എന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ല, അവർക്ക് അങ്ങനെ മനസ്സിൽ തോന്നുകയാണ്. അത് ദൈവമാണ് ആ തോന്നൽ കൊടുക്കുന്നത്. സഹായം കിട്ടാൻ സാധ്യതയില്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾക്ക് നേരിട്ട് അറിയാത്തവര് ഞങ്ങളെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ മണ്ണെണ്ണ സ്റ്റവ് ആയിരുന്നു ആദ്യ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത്. അന്നേരം മണ്ണെണ്ണ കിട്ടും വരെയും മണ്ണെണ്ണ തീർന്നു പോകാതെ കർത്താവ് സ്റ്റവ് പ്രവർത്തിപ്പിച്ചത് ഒരു ആശ്ചര്യമായി. 2-3 ആഴ്ച അങ്ങനെ എടുത്തുന്ന എൻ്റെ ഓർമ്മ. കോവിഡിന്റെ കാലത്ത്
ഇതുപോലെ ബസ് കുറവാ, ഞങ്ങൾ അങ്ങോട്ടൊക്കെ ബസ് ഇല്ലായിരുന്നു. യാത്ര ചെയ്യുന്നത് വലിയ പ്രയാസം. കാരണം ഞങ്ങൾ പുറത്തു പോയിട്ട് ഈ കൊച്ചിന്റെ വയ്യാതിരിക്കുന്ന കുഞ്ഞിന്റെ അടുത്തല്ലോ വരുന്നു എന്നുള്ള വിഷമം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വാഹനം എടുക്കാൻ, അത് ഓടിക്കാൻ വൈഫിനെ ദൈവം സഹായിച്ചു. സഹായിച്ചെന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ട് സാധിക്കാഞ്ഞ ഭാര്യയാണ് ഈ സമയത്തിനുള്ളിൽ മുമ്പ് കർത്താവ് ബലപ്പെടുത്തിയത്. അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി. പരസ്യയോഗത്തിന് ഈ ഉണ്ണിപ്പാസ്റ്ററിനെ പരിചയപ്പെടുത്തി ഒരിക്കൽ ഞാൻ ഓർക്കുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു വിഷമം ഉണ്ടായി. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആളാണ് ഇനി സംസാരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എങ്ങനെ ഇനി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. കാരണം നമ്മൾ അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്നത്, അല്ലെ അവിടെ നിന്ന് തന്നെ പറയുന്നത് കർത്താവ് രോഗികളെ സുഖപ്പെടുത്തുന്നു, ആ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പം എങ്ങനെ പറയുന്നത്? പക്ഷെ കർത്താവ് പെട്ടെന്നൊരു വെളിപാട് പോലെ എനിക്ക് മനസ്സിൽ തന്നത്, കർത്താവ് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ സ്നേഹിച്ചോളാൻ പറഞ്ഞു വിട്ടിരിക്കുകയല്ല. സ്നേഹിക്കാനുള്ള എല്ലാ അവസരവും, കാഴ്ചയില്ലാത്ത എന്നെ കൈപിടിച്ച് അപ്പുറത്ത് കടത്തി വിടുമ്പോൾ നിങ്ങൾക്ക് എന്നോട് സ്നേഹം തോന്നുകയാണ്. അപ്പൊ എന്നെ സഹായം കിട്ടി ഞാൻ നന്ദി എനിക്കുണ്ടാവുകയാണ്, അല്ലെ? അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രോഗി വൈദ്യനെ കൊണ്ട് ഉപകാരം, ഒരു മുതലാളി തൊഴിലാളി ബന്ധത്തിലായാലും ആ ഒരു കർത്താവിന്റെ നടത്തിപ്പ്. കർത്താവ് ഇപ്പൊ ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് പോലെ ഒരു സ്റ്റീരിയോ ടൈപ്പ് അല്ല, എല്ലാവരും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. കർത്താവ് മോശയോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ട എന്തെന്ന് നിനക്ക് പറഞ്ഞു തരും, അല്ലെ? ഊമനെയും ബദിരനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയിട്ട് ഞാനല്ലേ, നീ പോക, അല്ലെ? നിന്നോട് കൂടെ ഞാൻ ഉണ്ടാവും, നിന്റെ നാവിനോട് കൂടെ. നീ എന്താ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു തരും, നീ ധൈര്യത്തോടെ പോവുക. അപ്പം ഏത് സൃഷ്ടിയെയും ബലപ്പെടുത്തുവാൻ ഉപയോഗിക്കാൻ, അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം, അപ്പം അവിടെ എല്ലാം ദൈവത്തിന്റെ കരമുണ്ട്. ദൈവം ഉപയോഗിക്കുക. ആരുടെയും കഴിവ് കൊണ്ടല്ല, ആരുടെയും എന്താ പറയാ, അവർക്കുള്ള ബലം കൊണ്ടല്ല. ദൈവം ബലപ്പെടുത്തിയാൽ, ദൈവം ഉപയോഗിച്ചാൽ ആർക്കും ആകുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അവർ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. അങ്ങനെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ധൈര്യപ്പെടുവാൻ, അങ്ങനെ ഒന്ന് വിശ്വസിക്കുവാൻ, ദൈവിക നടത്തിപ്പിന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ സ്കൂളുമായിട്ടുള്ള ബന്ധത്തില് ഐമനോ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പെനിയൽ ചർച്ചിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഉള്ള ഫ്രാൻസിസ് പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വചനത്തിന്റെ ആഴത്തിലേക്ക് ഞങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന സഹായിക്കുന്ന സഭയിലെ അംഗങ്ങളാണേലും ഞങ്ങളുടെ ആത്മീയ ഭൗതികമായ എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് പിന്തുണയുമായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ദൈവത്തിന്റെ ഒരു കരുതല്, ദൈവത്തിന്റെ ഒരു നടത്തിപ്പ് നമുക്ക് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ വളരെ വ്യക്തമായ ജീവിതത്തിൽ അറിയാൻ പറ്റും. എല്ലാം ഉള്ളവരല്ല, അവരെക്കാളും എപ്പോഴും ഇല്ലാത്തവർക്കും ദൈവത്തിന്റെ കരുതൽ കൂടുതലായിട്ട് അറിയാൻ കഴിയും. ഉണ്ടെങ്കിലും അത് നല്ലതായിട്ട് വിനിയോഗിക്കാൻ, അതിൽ സന്തോഷിക്കാൻ, അല്ലെങ്കിൽ പലപ്പോഴും ഭാരവും ഉത്കണ്ഠയും ഭയവും ഒക്കെ ആയിരിക്കും. എന്നാൽ അതിലൊന്നും ഇല്ലാതെ ദൈവത്തിൽ സന്തോഷിക്കാൻ പറ്റുന്ന, കർത്താവിൽ ആനന്ദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ, അത് ദൈവമാണ് ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്നത്. ദൈവം ഞങ്ങളെ ബലപ്പെടുത്തുന്നു എന്ന് മാത്രമേ സാക്ഷികളായിട്ട് പറയാൻ ഉള്ളൂ. സഹായിക്കട്ടെ. ആകട്ടെ ബാബു സാറെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിലെ രണ്ട് കണ്ണിനും കാഴ്ചയുള്ള അനേക പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത, ചെയ്യാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ ദൈവം നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അതിനായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളെ അത് ചെയ്യുവാൻ ദൈവം സഹായിക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാൻ, BA BEd അതുപോലെ നല്ല കോഴ്സുകളൊക്കെ പാസ്സായി നല്ല ജോലിയൊക്കെ ലഭിച്ചു, ആ ഒരു നിലയിലൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുവാനൊക്കെ ദൈവം സഹായിച്ചു. എന്നാൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് അതിനേക്കാൾ ശ്രേഷ്ഠമായ കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ ദൈവം അവസരം ഒരുക്കി എന്ന് പറയുമ്പോൾ അതാണ് ശ്രേഷ്ഠകരമായ ഒരനുഭവം. മറ്റൊന്ന്, ഒരു കുഞ്ഞ് ലഭിച്ചു. ഒരു വിവാഹം വൈകിയാണ് നടന്നതെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചു. പക്ഷെ ആ കുഞ്ഞ് വളരെയേറെ വൈകല്യങ്ങൾ ഉള്ള ഒരു കുഞ്ഞാണ് എന്ന് അറിയുമ്പോൾ അതും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം അത് നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ, അനേക ആരോഗ്യമുള്ള പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കാത്ത ഒരു കാര്യം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലും
ദൈവത്തിൻ്റെ നീതിയുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ മാനുഷികമായി സമൂഹത്തിൻ്റെ വിലയിരുത്തുകൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. എന്തുകൊണ്ട് എന്നുള്ള പല ചോദ്യങ്ങളും അതിൻ്റെ പിന്നിൽ മറുവശത്ത് ഉണ്ടാകാം. അത് സ്വാഭാവികമായ കാര്യമാണ്. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ അറിയുന്നു. ഓരോ വ്യക്തിയുടെയും ഹൃദയത്തെ തൂക്കി നോക്കുന്ന, പരിശോധിച്ചറിയുന്ന ഒരു ദൈവമാണല്ലോ നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഒന്നും അറിയാതെയല്ല ആരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഈ ഭൂമിയിൽ മാത്രമല്ല, ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷവും നമുക്ക് വേണ്ടി ദൈവം ഒരു ജീവിതം ഒരുക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കവുമാണ് ഈ ഭൂമിയിലെ നമ്മുടെ ശരീരത്തിൽ വസിക്കുമ്പോഴുള്ള ആ ഒരു ജീവിതം എന്ന് നാം തിരിച്ചറിയുമ്പോൾ ഇതൊക്കെ താൽക്കാലികമാണ്, സ്വാഭാവികമാണ്. ഒരു പരിമിതമായ കാലത്തേക്ക് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണെന്ന് നാം തിരിച്ചറിഞ്ഞ് അതിൽ സന്തോഷിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. പ്രത്യേകിച്ച് ബാബു സാറിന് ദൈവം തന്നിരിക്കുന്ന പുറമേയുള്ള കാഴ്ചപ്പാട് ഒരു പക്ഷെങ്കിൽ കണ്ണിന് ഇല്ലായിരിക്കാം, പക്ഷേ വളരെ ദീർഘദൃഷ്ടിയുള്ളവനും വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയുമാണ് പ്രിയ ബാബു സാർ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ബ്ലൈൻഡ് സ്കൂളിൽ ഒരു അധ്യാപകനായി സേവനമനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ജീവിതത്തിലൂടെ വെല്ലുവിളികൾ, ചലഞ്ചിങ് ലൈഫ് നയിക്കുന്ന ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കുന്ന അനേക കുഞ്ഞുങ്ങൾക്ക് അവരെ ജീവിക്കുവാൻ ഉള്ള ഒരു വഴി അവരുടെ മുൻപിൽ ഒരുക്കി കൊടുക്കുന്ന വലിയൊരു ദൗത്യം, അവരുടെ കരം പിടിച്ച് കരകയറ്റുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യത്തിലും ഏർപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയ ബാബു സാറിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് ഈ പ്രിയ സാറിൻ്റെ ജീവിതാനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ആശ്വാസം, അനുഗ്രഹമായി തീർന്നുവെങ്കിൽ ധന്യമായി, ദൈവനാമം അതിലൂടെ മഹിമപ്പെടും. ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ വാത്സല്യ കുടുംബത്തെ, പ്രത്യേകിച്ച് പ്രിയ സാറിനായി, സഹോദരിക്കായി ദൈവം ദാനമായി കൊടുത്ത പൈതൽ, അവൻ ജന്മനാ വൈകല്യമുള്ള പൈതലായിരിക്കുന്നല്ലോ. നടക്കുവാനോ എഴുന്നേറ്റ് നിൽക്കുവാനോ മറ്റ് കാര്യങ്ങളോ ദിനചര്യകളൊന്നും ചെയ്യുവാനോ അവൻ്റെ ആഹാരം പോലും കഴിക്കുവാനോ കഴിയാത്ത വിധത്തിൽ ബലഹീനനായിരിക്കുന്ന ഒരു പൈതൽ, ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ബാബു സാറ് അരോമ ടിവിയുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കാമോ? സ്തോത്രം, സ്തോത്രം കർത്താവേ. ചാലിനായി സ്തോത്രം ചെയ്യുന്നു. നീ ഒരിക്കൽ ഒരു വഴിയാ കർത്താവെ അനേകർക്ക് അറിയുവാൻ ഇന്ന് ലഭ്യമായിരിക്കുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് അതിലൂടെ നിന്നെ കൂടുതൽ അറിയുവാൻ കഴിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതിൻ്റെ ഇത് സാക്ഷ്യം കേൾക്കുമ്പോൾ മറ്റുള്ളവർ ബലപ്പെടുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, തങ്ങളുടേതായ ചെറിയ പനിയാകാം, രോഗങ്ങളാകാം, പ്രശ്നങ്ങളാകാം, അതൊക്കെ സഹിക്കാൻ ദൈവം അനുനിമിഷം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് തന്നെത്താൻ നമ്മുടെ കുരിശെടുത്ത് അനുദിനം കർത്താവിനെ പിൻപറ്റട്ടെ എന്നാണ്. കർത്താവ് അങ്ങനെ ഒരു ശിഷ്യത്വത്തെയാണ് ആഗ്രഹിക്കുന്നത്. അതിനെ ഓരോരുത്തർക്കും സാധിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന കൃപ പോലെ അനേകർക്ക് ആ കൃപ കൊടുത്ത് നിത്യതയിലെത്തിക്കുവാൻ, നിത്യതയിൽ സമ്പന്നരാകുവാൻ, ദൈവികമായി സമ്പന്നരാകുവാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ആത്മീയ ഭൗതികമായ എല്ലാ നന്മകൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സമ്പന്നരാകുവാൻ, തങ്ങൾക്കുള്ളത് പങ്കുവെച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചാനലിൽ പ്രവർത്തിക്കുന്നവർക്കായി സ്തോത്രം, കാണുന്നവർക്കായി സ്തോത്രം. പ്രാർത്ഥനകൾക്ക് സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു പ്രിയ ബാബു സാർ. ഇത്രത്തോളം സമയം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നതിന് സമയം വേർതിരിച്ചത് ഓർത്ത് പ്രിയ കർത്താവിൻ്റെ ദാസനോടും കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും അവസരങ്ങൾ ദൈവം ഒരുക്കട്ടെ. അനേകരെ കരം പിടിച്ച് മുന്നോട്ട് വഴി നടത്തുവാൻ പ്രിയ സാറിനെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർ കേൾക്കട്ടെ, അവർ അറിയട്ടെ, അവർ മനസ്സിലാക്കട്ടെ ഈ സത്യങ്ങൾ. തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പ്രിയപ്പെട്ടവൻ്റെ സാക്ഷ്യം ഇടയായിത്തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. അതുപോലെ തന്നെ aromatv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗാഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aromamatrimony2020@gmail.com